എന്താണ് മതരാഷ്ട്രവാദം എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളല്ല. നമ്മൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു വാദത്തിൻ്റെ ഉപജ്ഞാതാക്കളുമല്ല, നമുക്കത് അറിയൂല്ല. മതരാഷ്ട്രവാദം എന്നത് ആരാണോ ആ ടെർമിനോളജി പ്രയോഗിക്കുന്നത് അവരാണ് പറയേണ്ടത് അതെന്താണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിശാലമായ ഒരു മേഖലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിലേക്ക് പടച്ചോനും പള്ളിയും കടക്കണ്ട, അള്ളയും റസൂലും കൊണ്ടുവരണ്ട. ഇതാണ് പാശ്ചാത്യന്മാർ പഠിപ്പിച്ച സെക്യുലറിസം. മത ഇതരമായ, മതേതരത്വം എന്ന് പറയല്ലോ, മത ഇതരമായ കാര്യങ്ങളാണ് അവിടെ നടക്കേണ്ടത് എന്നാണ്. മതം അങ്ങോട്ട് വരണ്ട. ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യഥാർത്ഥത്തിൽ മുസ്ലിമിന് കഴിയില്ല. ഇവിടെ ഒരു ചോദ്യം ആ സ്വഭാവത്തിലുള്ളതുണ്ട്. രാഷ്ട്രീയത്തിൽ കളവും ചതിയും വഞ്ചനയും ഒക്കെ നടത്തുന്ന രാഷ്ട്രീയക്കാരെ ന്യായീകരിക്കാൻ വിശ്വാസിയായ ഒരാൾക്ക് കഴിയുമോ എന്ന സാമാന്യം ദീർഘിച്ചൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ആശയവും കൂടി ഞാൻ ഇതിലൂടെ കവർ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഇത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി മനസ്സിലാക്കുന്നത് അവന് ബോധം വന്ന നിമിഷം മുതൽ റൂഹ് പിരിയുന്ന സമയം വരെയുള്ള അവൻ്റെ ജീവിതം റെക്കോർഡാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ റെക്കോർഡാക്കലിൻ്റെ ആ ക്യാമറ എന്തോ ജാമർ വെച്ചിട്ട് പാർലമെൻറ്റിലേക്ക് ഇവൻ കടക്കുമ്പോൾ ആ ക്യാമറ അവിടെ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലെ ചില പള്ളിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മൊബൈൽ ജാമർ വെച്ചിട്ടുണ്ടാവും. അപ്പം മൊബൈൽ പിന്നെ നമ്മൾ സൈലൻ്റ് ആക്കൊന്നും വേണ്ട, സിഗ്നലുകൾ കിട്ടൂല എന്ന് പറഞ്ഞ മാതിരി ഇവന് പാർലമെൻറ്റിലും അസംബ്ലിയിലും അവിടെയും ഇവിടെയും ചെല്ലുമ്പോൾ ഈ അള്ളാൻ്റെ ഈ റെക്കോർഡാക്കലിന് വല്ല ജാമറും വെച്ചിട്ട് അതിൻ്റെ പരിധിക്ക് പുറത്തായി ഇവനിങ്ങനെ വിലസുക. ബാക്കിയുള്ളിടത്ത് അപ്പോൾ അള്ള ഗതികെട്ട് നിസ്സഹായനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു പടച്ചോനാണ് ഇവർ സങ്കല്പിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു പടച്ചോൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്ന് വേറൊരു കൂട്ടർക്കും പറയാം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചവൻ്റെ കസ്റ്റഡിയിൽ നമ്മളാണ്, അല്ലാതെ നമ്മളുടെ കസ്റ്റഡിയിൽ പടച്ചോനല്ല. ഈ പാശ്ചാത്യൻ മതേതര ജനാധിപത്യത്തിൻ്റെ ഉപജ്ഞാതാക്കൾക്ക് ഇഷ്ടപ്പെട്ട പടച്ചോൻ എന്ന് പറയുന്നത് അവർ ഡിസൈൻ ചെയ്ത് കൊണ്ടു നടത്തുന്ന ഒരു ദൈവമാണ്. അവിടെ ആ പടച്ചോൻ എവിടേക്കൊക്കെ പോകണം, എപ്പോൾ എവിടേക്കൊക്കെ പോകണം, എവിടേക്കൊക്കെ പോകണ്ട, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട, അത് ഇവർ ഈ പടപ്പുകളാണ് നിശ്ചയിച്ചു കൊടുക്കുന്നത്. അല്ലാതെ പടച്ചോൻ ഇവരെ നിയന്ത്രിക്കുകയല്ല. സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാന ഭാഗത്ത് കുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീൻ അള്ളാഹിനെ പഠിപ്പിക്കുകയാണോ എന്ന് ഖുർആന്റെ ഒരു ചോദ്യമുണ്ട്. അള്ളാഹിന്റെ ദീൻ അനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കേണ്ടതിന് പകരം നമ്മുടെ ദീൻ അള്ളാഹിനെ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ. അപ്പോൾ മതരാഷ്ട്രവാദം എന്നത് ഈ പാശ്ചാത്യൻ മതേതര സങ്കല്പം അനുസരിച്ച് മതമൂല്യങ്ങൾ പൊതുജീവിതത്തിലേക്ക് വരുന്നതിനെ പറ്റിയാണോ അവർ പറയുന്നത് എങ്കിൽ അതൊരു ഗൗരവപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു തുറന്നു പറയട്ടെ. മതരാഷ്ട്രവാദം എന്നത് ഒരു ഭീകര സാധനമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മതമൂല്യങ്ങൾ പൊതുജീവിതത്തിലേക്ക്, രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള പൊതുജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെയാണ് ഞങ്ങൾ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് എന്നാണെങ്കിൽ അങ്ങനെ അവർ പറയട്ടെ. അപ്പോൾ നമ്മളുടെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 4 ഖലീഫമാരും നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് മതരാഷ്ട്രവാദികളായിരുന്നോ? അല്ലേ? അപ്പോൾ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പള്ളിയും പാർലമെൻറ്റും ഒക്കെ ഭരിച്ച, പട്ടിണിയുടെ പരിഹാരവും പള്ളിയുടെ പരിപാലനവും ഒന്നിച്ച് നിർവഹിച്ച പ്രവാചകനാണ്. അപ്പം അങ്ങനത്തെ ഒരു പ്രവാചകനെ ഇവർ മതരാഷ്ട്രവാദ മുദ്ര കുത്തുന്നില്ലെങ്കിൽ പിന്നെ മതരാഷ്ട്രവാദം കൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത്? മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഒരു പിടി മതപൗരോഹിത്യത്തിൻ്റെ തിട്ടൂരങ്ങളും ഏകാധിപത്യ പ്രവണതകളും മുഴുവൻ പാമര ജനങ്ങളുടെയും മേലെ അടിച്ചേൽപ്പിക്കുന്ന, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക എന്നതാണ്. ആ വിപത്തിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു വിപത്തിനെ പ്രതിനിധീകരിച്ച വല്ല പാരമ്പര്യവും മുസ്ലിം സമൂഹത്തിനുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു പൗരോഹിത്യ മുഷ്കിന് ഒരു ജനത വിധേയമായിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്പിൻ്റെ കഥയാണ്. തിയോക്രസിക്കാണത് പറയാനുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു മതപൗരോഹിത്യം മനുഷ്യരുടെ മേൽ ഏകപക്ഷീയമായി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അടിമത്തം അടിച്ചേൽപ്പിച്ച ഒരു ഘട്ടവും കഴിഞ്ഞു പോയിട്ടില്ല. കാരണം അത് അങ്ങനെ ആരെങ്കിലും എവിടെയും ആരും ചെയ്തിട്ടില്ല എന്നല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് ഇസ്ലാം ആവില്ല. ഇസ്ലാമാകണം, ഒരു പ്രവൃത്തി ഇസ്ലാമാകണമെങ്കിൽ, ഒരു വ്യക്തിയുടെ പ്രവൃത്തിയായാലും, ഒരു കുടുംബത്തിൻ്റെ പ്രവൃത്തിയായാലും, ഒരു സമൂഹത്തിൻ്റെ പ്രവൃത്തിയായാലും, ഒരു രാഷ്ട്രത്തിൻ്റെ ചെയ്തികളായാലും അത് ഇസ്ലാമികമാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിലാവണം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമാണ്. അപ്പോൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ആകുമ്പോൾ ഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ സംസാരിക്കുമ്പോൾ നീതി പാലിക്കണം. ഇനി നിങ്ങൾക്കൊരു കൂട്ടരോട് വിദ്വേഷമുണ്ടായാലും നീതി നിഷേധിക്കാൻ അത് ഇടവരുത്താൻ പാടില്ല.
നിങ്ങൾ നീതിയുടെ വാഹകരാവണം. ഞാൻ സമയം ചുരുക്കാൻ വേണ്ടി ആയത്തുകൾ വിടുകയാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ കാണാൻ പറ്റും. വൈദാ അഹ്കംതും ബൈനന്നാസി ഫഹ്കും ബിൽ അദ്ൽ. നിങ്ങൾ ആളുകളുടെ ഇടയിൽ വിധി പറയുമ്പോൾ നീതിപൂർവ്വം വിധിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു ജൂതൻ നബിന്റെ കാലത്ത്, വഹി ഇറങ്ങണ കാലത്ത് ഒരു ജൂതൻ ഒരു പടയങ്കി, ഒരു വിശ്വാസി ഒരു പടയങ്കി മോഷ്ടിച്ചു. ഒരു മുസ്ലിം പുതിയതായി വന്ന അത്രയൊന്നും ഈമാൻ ഉറച്ചിട്ടില്ലാത്ത ഒരാളാന്ന് വിചാരിച്ചോ. അയാൾ വേറൊരു സഹാബിയുടെ ഒരു സഹോദരൻ്റെ പടയങ്കി മോഷ്ടിച്ചു. പടയങ്കി മോഷ്ടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് പിടിക്കപ്പെടുന്നുള്ളൊരവസ്ഥ വന്നു. പിടിക്കപ്പെടുന്നു കണ്ടപ്പോൾ ഇവൻ വഷളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു തന്ത്രം ഒപ്പിച്ചു. ഇതൊരു ജൂതൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ജൂതൻ ഇത് കട്ടതാണെന്ന് വരുത്തി തീർത്തു. ഇത് തൽക്കാലം വെക്ക്, ഞാൻ അപ്പം വരാന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങി വെക്കൂലേ. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ബാഗ് ആയിട്ട് ഒരാൾ വന്നു നിങ്ങളുടെ കടയ്ക്ക്, തൽക്കാലത്ത് നിങ്ങൾ ഇവിടെ ഇതൊന്നും ഇവിടെ ഇരിക്കട്ടെ, ഞാൻ അപ്പം വരാന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി വെക്കൂലേ. അടുത്ത സുഹൃത്താവുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആൾ വന്ന് നോക്കുമ്പോൾ ഈ കാണാതെ പോയ സാധനം നിങ്ങളുടെ കയ്യിൽ കണ്ട നിങ്ങൾ കള്ളനായില്ലേ. ഇതേമാതിരി, ഞാൻ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഇതേമാതിരി ഈ ജൂതൻ കള്ളനായി എന്ന് മാത്രമല്ല, കേസ് റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. റസൂലുള്ള വിസ്തരിച്ച് നോക്കുമ്പോൾ ഇവന്റെ തൊണ്ടി സഹിതം പിടിച്ചതല്ലേ, പിന്നെന്താ ഒരുപാട് പറയാണ്ട. ജൂതന്റെ കയ്യിൽ പടയങ്കി അടക്കല്ലേ ഓനെ പിടിച്ചത്, പിന്നെ ഒരുപാട് പറയാനൊന്നുമില്ലല്ലോ. ശിക്ഷ വരും എന്നുള്ള ശിക്ഷാവിധി വരും എന്ന അവസ്ഥയായി. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 10-11 ആയത്തുകളാണ് ആ വിഷയത്തിൽ, ഒന്നും രണ്ടും അല്ല, 10-ലധികം ആയത്തുകളാണ് ഈ ജൂതന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് റസൂലുള്ളയെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയത്. ഇതാണ് ഖുർആൻ. ഈ ഖുർആനാണ് ഇസ്ലാമിക ഭരണ ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിലെ ഒന്ന്. രണ്ടാമത്തത്, ഈ യൂപ്രട്ടീസിന്റെ തീരത്തൊരാട്ടിൻകുട്ടി പട്ടിണി കിടന്ന് ചത്താൽ നാളെ ഞാൻ പടച്ചവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന് വിചാരമുള്ള ഭരണാധികാരിയായി ഉമറിനെ മാറ്റിയ ഇസ്ലാമിക അധ്യാപനങ്ങളാണ്, സുന്നത്താണ്, പ്രവാചകന്റെ സുന്നത്താണ്. ഇത് രണ്ടും അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ട് അത് ഇവിടത്തെ മൊത്തം ജനങ്ങൾക്കും ഒരു സ്വാതന്ത്ര്യവും, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും, ഒരു ജീവിത സ്വാതന്ത്ര്യവും, ഒരു സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കാതെ സ്ത്രീകളെ അടിമകളാക്കുകയും കുട്ടികളെ അടിച്ചമർത്തുകയും മനുഷ്യരെ ഇതര മതസ്ഥരെ നാടുകടത്തുകയും ഒക്കെ ചെയ്യുന്ന ദുഷ്ടലാക്ക് നടപ്പിലാക്കും എന്ന ഒരു ദിവാസ്വപ്നം. അപ്പൊ സംഗതി ഇതൊന്നുമല്ല. ഇപ്പൊ ഇവിടെ മതരാഷ്ട്രവാദം സംബന്ധിച്ച ചർച്ച വരുന്നത്, ഇവിടത്തെ ഒരു പോളറൈസേഷൻ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിൽ, സാമൂഹിക ഘടനയിൽ ഒരു വലിയ വിള്ളലുണ്ടാക്കി. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു മഹാദുരന്തത്തെ ചെറുക്കുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ആ മഹാദുരന്തം ഇസ്ലാമിക ഗവൺമെന്റ് വരാൻ പോകുന്നു എന്നതും ഇസ്ലാമിക രാഷ്ട്രീയം ഇവിടെ അണ്ണാക്ക് തൊടാതെ നിങ്ങളെ വിഴുങ്ങും എന്നതാണ് എന്നും പറഞ്ഞ ആളുകളെ പേടിപ്പിച്ച് വളരെ കൃത്യമായി ഇന്ന് രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തിന്റെ മേൽവിലാസത്തിൽ നടത്തുന്ന വില കുറഞ്ഞ ഒരു കുതന്ത്രം മാത്രമാണ്. അതിനപ്പുറം ഇത് ഇവിടെ വേറൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്താണ് മതരാഷ്ട്രവാദം എന്ന് വളരെ തലപുഴഞ്ഞ് നമ്മൾ ആലോചിക്കുന്നതിലൊന്നും ഒരർത്ഥമില്ല. ഇവർക്ക് മതരാഷ്ട്രം വരുന്ന പേടിയുമല്ല, മതരാഷ്ട്രത്തെ ഇവരങ്ങനെ ഭയക്കുന്നുമില്ല. മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മൾ ഈ പിന്തിരിപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാം പിന്തിരിപ്പനല്ല. ഒരു ലിബറലിൻ്റെ കാഴ്ചപ്പാടിൽ പിന്തിരിപ്പൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾക്കൊള്ളുന്നോ അതൊക്കെ നമുക്ക് പിന്തിരിപ്പനല്ല. കാരണം നമ്മൾക്കിത് തള്ളാനും കൊള്ളാനും ഒരു തത്വമുണ്ട്, ആധാരശിലയുണ്ട്. എന്നാലും ഞാൻ പറയുന്നു, പിന്തിരിപ്പൻ എന്ന് നമ്മുടെ സമൂഹത്തിൽ പലരും കരുതുന്ന ഒരുപാട് കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നവരുമായിട്ട് വളരെ ആശ്ലേഷിച്ചു നിൽക്കുന്ന ബന്ധമുണ്ടാവുകയും താരതമ്യേന ഉയർന്ന അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരിലും മനുഷ്യ സ്വാതന്ത്ര്യത്തിനും നീതിക്ക് വേണ്ടിയും ഉയർന്ന നിലപാടെടുക്കുന്നവരെ മതരാഷ്ട്രവാദം മുദ്രകുത്തുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രിയോട് ഏതു മുടിയും കത്തുമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു മതപ്രീണനം എത്രമാത്രം താളം തെറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അവസാനത്തെ ഒരു ചോദ്യത്തെക്കുറിച്ച്